ദേവികുളം മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി തോറ്റതിന് സി പി ഐ ആണെന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള വസ്തുതകളില്ല കാര്യത്തിൽ. അതിന് സി പി എം തന്നെയാണ് ഉത്തരവാദി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം. സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ സഹിതം മുൻ എം എൽ എ എസ് രാജേന്ദ്രനെ പരോക്ഷമായിട്ട് പിന്തുണച്ചിട്ടുണ്ട് കാര്യത്തിൽ. സി പി എമ്മിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായ പിഴവുകളും കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം വെച്ചുകൊണ്ട് രാജേന്ദ്രനെ പിന്തുണയ്ക്കുക എന്നൊരു ലക്ഷ്യം ചില ആളുകൾക്കുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ പല ആളുകളും സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട വോട്ടർമാർ ഈ പറയുന്ന രാജേന്ദ്രനെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് എ രാജ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും ഇത്തരത്തിൽ ഈ എ രാജീനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് അതിൻ്റെ തോൽവിയുടെ ഭാരം സി പി ഐയുടെ തലയ്ക്ക് വെക്കുന്നത് ശരിയല്ല എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഞാനും പത്രത്തിലാണ് ഈ വാർത്ത വായിച്ചത് കാര്യങ്ങളിൽ. പിന്നീട് ഒന്ന് രണ്ട് സുഹൃത്തുക്കളും അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളും നമ്മളോട് അറിയിച്ചിരുന്നു, ഇത്തരത്തിൽ തെറ്റായ ഒരു റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം ഇത് പരിശോധിക്കപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഇപ്പം ചിന്നക്കനാലിലെ പ്രധാനപ്പെട്ട ഒരു ലീഡർ ഞങ്ങളുടെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറിനെ വിളിച്ച് ഇത്ര മണിക്ക് സഖാവ് എസ് രാജേന്ദ്രൻ വിളിക്കും, അതുകൊണ്ട് ഫോൺ എടുക്കണം, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന ഒരു വിഷയം ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം വിളിച്ചു പറഞ്ഞു. ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെയും അവരുടെ ജില്ലാ സെക്രട്ടറിയുടെ ചാർജുകാരിയായിട്ടുള്ള സഖാവ് ശൈലജ സുരേന്ദ്രനെയും ഞാൻ ആ കാര്യം അറിയിച്ചിരുന്നു. അപ്പം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവ്, പ്രധാനപ്പെട്ട വ്യക്തി തന്നെ ഇത്തരത്തിൽ രാജേന്ദ്രനുമായിട്ട് രാജേന്ദ്രന്റെ ഫോൺ കോൾ വരുമെന്ന് വിളിച്ചു പറയുമ്പോഴത്തേക്കും അപ്പം എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിച്ചതിനെ കുറിച്ച് അവർ തന്നെ പരിശോധിക്കപ്പെടണം. ഇതുപോലെ പല വ്യക്തികളുമുണ്ട്. ഇപ്പം മറയൂർ ഭാഗത്ത് കഴിഞ്ഞ കാലത്തെക്കാളും യു ഡി എഫ് ലീഡ് ചെയ്തിട്ടുണ്ട്, രാജേന്ദ്രന് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പം മറയൂർ ഭാഗത്ത് പല ആളുകളും, പല പ്രവർത്തകരും, പലതരത്തിലുള്ള നേതാക്കന്മാരും ഈ പറഞ്ഞ രാജേന്ദ്രന് വോട്ടുകൾ മറിക്കുവാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാന്തല്ലൂർ പഞ്ചായത്ത് സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങളിൽ. കാന്തല്ലൂർ പഞ്ചായത്ത് കഴിഞ്ഞ കാലഘട്ടം വോട്ട് കുറഞ്ഞിരിക്കുകയാണ് കാര്യങ്ങളിൽ. എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ടിനേക്കാളും കുറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളിൽ. എന്നാൽ സി പി ഐ ഈ തവണ ഈ തെരഞ്ഞെടുപ്പിൽ മാന്യമായിട്ട് കഴിഞ്ഞ കാലങ്ങളെക്കാളും ഒട്ടേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാര്യം. അത് സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരും പ്രവർത്തകരും സാധാരണ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട്. കാരണം സി പി എമ്മിൻ്റെ പല സബ് കമ്മിറ്റി നേതാക്കന്മാരെല്ലാം പിന്തിരിഞ്ഞു മാറി നിന്നപ്പോഴേക്കും ഞങ്ങൾ മുന്നിലേക്ക് എടുത്ത് ചാടിയപ്പോഴാണ് ചില ആളുകൾ ഇത് കണ്ടിട്ട് അസൂയായിട്ട് ഇറങ്ങി വന്ന ആളുകളും ഉണ്ട് കാര്യം. അതുകൊണ്ട് സി പി ഐയുടെ ഇത്തരത്തിലുള്ള ഒരു കഷ്ടപ്പാട് കൊണ്ടാണ് 5000 വോട്ടിനെങ്കിലും തോറ്റിരിക്കുന്നത്. ഇല്ലെങ്കിൽ വേറൊരു സംഭവമാണെങ്കിൽ കേരളത്തിൽ മൊത്തത്തിൽ അലയടിച്ചതുപോലെ തന്നെ വലിയൊരു തോൽവിയായിരിക്കും നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാണേണ്ടിയിരുന്നു. എന്നാൽ സഖാവ് രാജ ഒരു ആത്മാർത്ഥമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം എം എൽ എ ആയിട്ട് ജയിക്കേണ്ട വ്യക്തിയായിരുന്നു. എന്നാൽ അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് പല ആളുകളും കുത്തിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, പിന്നിൽ നിന്ന് കുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തോൽവി അദ്ദേഹം നേരിടേണ്ടി വന്നത്. എന്നിരുന്നാലും ഈ ദേവികുളം മണ്ഡലം, ദേവികുളത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തോൽക്കേണ്ടതല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവസാന ഘട്ടത്തിൽ ഞങ്ങൾ കണക്കുകൂട്ടൽ എന്തൊക്കെ പരിശോധിച്ചപ്പോഴും രാജ 2000 വോട്ടിനെങ്കിലും ജയിക്കുമെന്ന് ഞങ്ങൾക്ക് സി പി ഐക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് ഈ തോൽവിയെക്കുറിച്ച് സി പി എം കൃത്യമായി പരിശോധിക്കപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവരുടെ സംഘടനാ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും സംഘടനാ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് കാര്യത്തിൽ. ഇത് അതൊക്കെ ഒന്ന് പരിശോധിക്കപ്പെടാതെ കെ രാജൻ റവന്യൂ മിനിസ്റ്റർ ആയതുകൊണ്ട് കെ രാജന്റെ പ്രവർത്തനം ശരിയില്ല എന്നുകൊണ്ടാണ് ഈ ദേവികുളത്ത് തോറ്റെന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് അതങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാര്യത്തിൽ. കാരണം ദേവികുളം നിയോജക മണ്ഡലത്തിൽ കെ രാജൻ അങ്ങനെ വലിയ പട്ടയമളവ് നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല കാര്യത്തിൽ. കാരണം ഭൂമി പ്രശ്നങ്ങൾ നടന്നത് ഈ ദേവികുളം മണ്ഡലത്തിൽ താഴെയുള്ള പ്രദേശങ്ങളിലാണ് കാര്യത്തിൽ. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ കുറ്റായപാലി 1-2 പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ പ്രശ്നങ്ങൾക്കെല്ലാം കെ രാജൻ പരിഹാരം കണ്ടിട്ടുണ്ട്. വട്ടവട നീലക്കുറിച്ച് സാങ്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടുണ്ട് കാര്യങ്ങളിൽ. ഇനി ജാതി സർട്ടിഫിക്കറ്റ് വിഷയം, ആ വിഷയം ഉണ്ടാക്കിയത് ആരാണെന്നെ കുറിച്ച് പരിശോധിക്കപ്പെടണം. അത് കഴിഞ്ഞ കാലങ്ങളിൽ രാജ മത്സരിക്കുമ്പോൾ ഉണ്ടായ പ്രശ്നമായിരുന്നു. അത് കോൺഗ്രസും സി പി എമ്മും നടന്ന ആ ഒരു വിഷയം അത് കോടതിയിൽ കൊണ്ടുപോയി ആ വിഷയം വലിച്ചഴിച്ചുകൊണ്ട് അവസാനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മൊത്തം ആ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കെ രാജൻ മാത്രമല്ല ആള്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ വേണ്ടി SC/ST വകുപ്പ് മന്ത്രിക്ക് എന്താണ് ഉത്തരവാദിത്തത്തെ കുറിച്ച് പരിശോധിക്കപ്പെടണം. അവർ ഈ 5 വർഷക്കാലത്തിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി SC/ST വകുപ്പ് മന്ത്രി തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല കാര്യത്തിൽ. ഈ സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് പോലും അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടായിരുന്നു. അപ്പം കെ രാജന്റെ തഴയ്ക്ക് വെച്ചത് കൊണ്ടൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. കെ രാജനല്ല ഉത്തരവാദി കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ കേരളം മൊത്തം തോറ്റന്റെ കെ രാജനാണ് ഉത്തരവാദി. വയനാട്ടിലെ വലിയ രക്ഷാപ്രവർത്തനങ്ങളും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് നയിക്കപ്പെട്ട നേതാവായിരുന്നല്ലോ കെ രാജൻ. എന്നാൽ ആ കെ രാജന്റെ പ്രവർത്തനം കേരളം മൊത്തം കൈയടിക്കുണ്ടായിരുന്നല്ലോ. എന്നാൽ കഴിഞ്ഞ കെ രാജൻ ഈ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് വീണ്ടും ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ.
എന്നാൽ ഈ ദേവികുള മണ്ഡലത്തിൽ CPM-ൽ ഉണ്ടായിരിക്കുന്ന സംഘടനാ പിഴവുകളെ മറച്ചു വെച്ചുകൊണ്ട് കെ രാജന്റെ പ്രവർത്തനം കൊണ്ടും റവന്യൂ മന്ത്രിയുടെ പ്രവർത്തനം കൊണ്ടും അല്ലെങ്കിൽ CPI-ക്കാരുടെ പോരായ്മ കൊണ്ടാണ് തോറ്റതെന്ന് പറയുന്നതിൽ നാണക്കേടാണ്. അത് നന്ദികേടാണ്. നന്ദിയില്ലാത്തവന്റെ അവസാനത്തെ വാക്കാന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. CPM അത് തിരുത്തണം. CPM അത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേതൃത്വത്തെ, സംസ്ഥാന കമ്മിറ്റിയെയും അവരുടെ ജില്ലാ കമ്മിറ്റിയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കരുതൽ. അത് ഞാൻ പത്രത്തിൽ വായിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും മീഡിയ നെറ്റ് പോലുള്ള ചാനലിൽ കണ്ടിരുന്നു. അത് അങ്ങനെ ഒരു വാർത്ത ഞങ്ങൾ കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല എന്ന് പറയുന്നു. എന്നാൽ അവരുടെ സംഘടനയിലുള്ള പല ആളുകളും ആ റിപ്പോർട്ടിൽ ഉണ്ടെന്ന് തന്നെ നമ്മളോടും സമ്മതിച്ചിരിക്കുന്നു കരുതൽ. എന്നാൽ അത് ഞങ്ങളും കൂടി പരിശോധിക്കപ്പെടാം. എന്നാൽ ഇനി ആരൊക്കെയാണ് എവിഡൻസ് ആയിട്ട് കൃത്യമായിട്ട് അവിടെ ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും LDFന്റെ ജില്ലാ കൺവീനറിനും ഞങ്ങളെ റിപ്പോർട്ട് സമർപ്പിക്കാം. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കാനുള്ള പ്രധാന കാരണം, എന്താണ് ദേവികുളം മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടാം. അങ്ങനെയാണെങ്കിൽ ഉടുമ്പൻചോലയിലെ കുത്തക സീറ്റാണല്ലോ CPM-ന്റെ. ആ ഉടുമ്പൻചോലയിൽ ഈ പറയുന്ന 30,000 വോട്ട് തോക്കുകയാണെങ്കിൽ അതിനും കെ രാജനെ കുറ്റം പറയാൻ സാധിക്കുമോ? ഇതെല്ലാം ഈ നടന്നിരിക്കുക വെച്ചാൽ അവരുടെ സംഘടനാ പിഴവുകളെ വെച്ചുകൊണ്ട് മറ്റൊരുത്തിന്റെ തലയിൽ വെക്കുന്നത് ശരിയായ നിലപാടല്ല എന്നാണ് CPI-ക്ക് പറയാനുള്ളത്. ഇത് നന്ദി കെട്ടവന്റെ ഒരു വാക്കുപോലെ CPM ഇവിടെ കാണിക്കരുത്. കാരണം CPI ആത്മാർത്ഥമായിട്ട് പണിയെടുത്തത് കൊണ്ടാണ് കേവലം 5,000 വോട്ടിനെങ്കിലും തോക്കാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ വലിയൊരു തോൽവിയെ നേരിടേണ്ടി വരേണ്ടതായിരുന്നു. എന്നാൽ ഞങ്ങൾ അതിന് മാന്യമായിട്ട് പണിയെടുത്ത് ഞങ്ങളുടെ അണികളെ നേരേക്ക് നിർത്തിക്കൊണ്ട് CPM അണികൾ ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും CPI-യുടെ അണികൾ ഇറങ്ങണം, പോസ്റ്റർ ഒട്ടിക്കണം, കൃത്യമായ സ്കോഡ് വർക്ക് ചെയ്യണം. എല്ലാ തരത്തിലും ഇൻസ്ട്രക്ഷൻസ് കൊടുത്താണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭയത്തോടു കൂടി തന്നെയാണ്. ഞങ്ങൾക്കറിയാം ഈ റിസൾട്ടിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു ചില കാര്യങ്ങളിൽ. എന്നാൽ ഞങ്ങൾക്ക് അവസാന ഘട്ടത്തിൽ ജയിക്കുമെന്ന് ഒരു ഉറപ്പ് വരികയും ചെയ്തിരുന്നു. അത് പിന്നീട് BJP-യുടെയും കോൺഗ്രസിന്റെയും ഒരു ഡീൽ ഉണ്ടാക്കിയെടുത്ത് ആ വോട്ടിനെ അട്ടിമറിച്ചിട്ടുണ്ട് കരികിൽ. എന്നാൽ ഞങ്ങൾക്ക് ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ചില വീഴ്ചകൾ CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നും ഈ മൂന്നാർ കേന്ദ്രീകരിച്ചും ശാന്തമാറ കേന്ദ്രീകരിച്ചും അതായത് ചെന്നക്കര കേന്ദ്രീകരിച്ചുള്ള ചില നേതാക്കന്മാർ ഈ രാജേന്ദ്രനെ പിന്തുണച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.